ഹായ് ഓൾ, വെൽക്കം ടു എയ്സ്ഡ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുന്നോടിയായി ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മൈ നെയിം ഈസ് സൈജൽ. ഐ ആം ദി CEO ആൻഡ് ഫൗണ്ടർ ഓഫ് എയ്സ്ഡ് അക്കാദമി ആൻഡ് എയ്സ്ഡ് കൺസൾട്ടൻസ്. 10 years ഞാൻ ഓഡിറ്റിംഗ്, GST, ഇൻകം ടാക്സ് ഫയലിംഗ് പോലുള്ള ബിസിനസ് കൺസൾട്ടിങ് ചെയ്യാണ്. അതുപോലെ തന്നെ CA, CMA, ACCയുടെ ഒക്കെ ഓഡിറ്റിംഗ് ഫാക്കൽറ്റി കൂടെയാണ്. ഞാൻ ജസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്നെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. എന്താണ് അക്കൗണ്ടിങ്, എന്താണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്നുള്ള ജസ്റ്റ് അതിൻ്റെ ബേസിക് മാറ്റേഴ്സ് മാത്രമായിരിക്കും. ക്ലാസ്സിലോട്ട് കിടക്കുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും, അതൊന്ന് റെഗുലറായിട്ട് വരുന്ന ചില കൺഫ്യൂഷൻസിന് ആൻസർ ചെയ്യാമെന്ന് വെച്ചു. ഓക്കെ, നിങ്ങൾ പലരും അക്കൗണ്ടിങ് ഓൾറെഡി പഠിച്ചിട്ടുള്ള കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒട്ടും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരും ഉണ്ടായിരിക്കും. അപ്പോൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓൾറെഡി ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ +1, +2 അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ ആയിരിക്കാം. പക്ഷേ എനിവേ നിങ്ങളെല്ലാം ഒന്ന് ഇറൈസ് ചെയ്ത് ഒരു ഫ്രഷ് ആയിട്ട് പഠിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെയൊക്കെ പഠിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് A+ കിട്ടാനോ അല്ലെങ്കിൽ പാസ്സാവാനോ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മുടെ ഫുൾ ലെക്ചേഴ്സ് 100% പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിരിക്കും. ഇവിടെ ആരും എക്സാം പാസ്സാവാനും വേണ്ടിയിട്ടോ A+ കിട്ടാനും വേണ്ടിയിട്ടോ ഒരാളും ഈ ക്ലാസ് കാണേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാവരും നാളെ നിങ്ങളൊരു ജോബിന് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ജോലി അക്കൗണ്ടിങ് ജോബ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രാക്ടിക്കലി ചെയ്യണം എന്നുണ്ടെങ്കിൽ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, പലപ്പോഴും വലിയ മാർക്കൊക്കെ കിട്ടിയിട്ടുള്ള, കൊമേഴ്സിൽ വലിയ മാർക്കൊക്കെ കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസിന് റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ, റിയൽ കമ്പനി ഡാറ്റയിലോട്ട് വരുമ്പോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചിട്ടില്ല എന്നൊരു റീസൺ കൊണ്ടാണ്. ഇനി നോൺ കൊമേഴ്സ് സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈച്ച് ആൻഡ് എവരിത്തിങ് അതിൻ്റെ ബേസ് തൊട്ട് ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ജസ്റ്റ് ശ്രദ്ധ ഈ ക്ലാസ്സിലോട്ട് കൊടുത്താൽ തന്നെ ഇറ്റ് ഈസ് ഇനഫ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാവുന്നത്. ഇതിൽ വലിയ റോക്കറ്റ് സയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള മാറ്റേഴ്സേ ഉള്ളൂ. ഓക്കെ, സോ നിങ്ങൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഹോൾഡ് മാറ്റി വെക്കുക, എന്നിട്ട് ഫ്രഷ് ആയിട്ട് കേൾക്കുന്ന പോലെ തന്നെ അറ്റൻഡ് ചെയ്യുക. നോൺ കൊമേഴ്സാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കൊമേഴ്സ് ആയിരുന്നില്ല, എനിക്ക് BCom ഇല്ല, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എനിവേ നമുക്ക് ഡയറക്റ്റ്ലി ടോപ്പിക്കിലോട്ട് കിടക്കാം. ഓക്കെ, ആദ്യം തന്നെ അക്കൗണ്ടിങ്ങിലോട്ട് കിടക്കുന്നതിന് മുന്നേ ചെറിയൊരു കൺസെപ്റ്റ്. നിങ്ങൾ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇവൻ്റ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ഇത്? ഓക്കെ, എന്താണ് ഒരു ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇവൻ്റ് പറഞ്ഞാൽ ഒന്നുമില്ല, സംതിങ് ഹാപ്പനിങ് അല്ലേ? എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇവൻ്റ് എന്ന് പറയാം. എനിത്തിങ്. ഇപ്പോൾ എയ്സ്ഡ് അക്കാദമിയുടെ കേസ് എടുക്കാം. ഈ എയ്സ്ഡ് അക്കാദമിയിൽ ഇപ്പോൾ രാവിലെ സ്റ്റാഫ് എൻ്റർ ചെയ്യുന്നുണ്ട്, അതൊരു ഇവൻ്റാണ്. അല്ലെങ്കിൽ ഇവിടെ ക്ലാസ് ലെക്ചേഴ്സ് എടുക്കുന്നുണ്ട്, അതൊരു ഇവൻ്റാണ്. സ്റ്റുഡൻസ് ഫീ പേ ചെയ്യുന്നുണ്ട്, അതൊരു ഇവൻ്റാണ്. സ്റ്റുഡൻസ് ഇവിടുന്ന് പോകുന്നുണ്ട്, അതൊരു ഇവൻ്റാണ്. സ്റ്റാഫ് ചായ കുടിക്കുന്നുണ്ട്, അതൊക്കെ ഇവൻ്റാണ്. സോ ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ്സിൽ എനിത്തിങ് ഹാപ്പനിങ്, എന്ത് നടക്കുന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ ഇവൻ്റ് എന്നാണ് പറയുക. എനി ഒക്കുറൻസ് ദാറ്റ് എഫക്ട് ദി ഓർഗനൈസേഷനെ എഫക്ട് ചെയ്യുന്ന എനിത്തിങ് ഹാപ്പനിങ്. ഒരു സ്റ്റാഫ് ലീവ് ചെയ്തു, ഒരു സ്റ്റാഫ് പുതുതായി ജോയിൻ ചെയ്തു, എനിത്തിങ് നമ്മൾ എന്ത് പറയും, ഇവൻ്റ് എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു, അല്ലെങ്കിൽ ഒരു പുതിയ എംപ്ലോയീസിന് നമ്മളൊരു ട്രെയിനിങ് സെഷൻ കൊടുത്തു, എനിത്തിങ് ഹാപ്പനിങ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇവൻ്റ് എന്ന് പറയാം. എന്താണ് ട്രാൻസാക്ഷൻ? ട്രാൻസാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ അതൊരു ബിസിനസ് ആക്ടിവിറ്റിയാണ്. പക്ഷെ അവിടെ എന്തുണ്ട്, ഇൻവോൾവിങ് എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ ആൻഡ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ ദി ടേംസ് ഓഫ് മണി. ദാറ്റ് മീൻസ് ബിസിനസ്സിനുള്ളിൽ നടക്കുന്ന കാര്യം തന്നെയാണ് ട്രാൻസാക്ഷൻ. പക്ഷേ അവിടെ എന്തുണ്ട്, എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ. അതുപോലെ തന്നെ അത് നമുക്ക് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാനും പറ്റും. എന്താണ് പറഞ്ഞിട്ടുള്ളത്, മോണിറ്ററി ടേംസിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഇങ്ങോട്ട് എൻ്റർ ചെയ്തു, ഒരു ബിസിനസ് ആക്ടിവിറ്റി തന്നെയാണ്.
ഇവന്റ് ആണ്, ഓക്കെ. പക്ഷെ അവിടെ എന്തെങ്കിലും ഒരു വാല്യൂ എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നുണ്ടോ? ഇല്ല അല്ലെ, അവിടെ ഒരു വാല്യൂ എക്സ്ചേഞ്ച് നടക്കുന്നില്ല. അതുകൊണ്ട് അതെന്താണ്, ഇവന്റ് മാത്രമാണ്, പക്ഷെ എന്തല്ല, ട്രാൻസാക്ഷന് അല്ല. വാല്യൂ എക്സ്ചേഞ്ച് നടക്കണം. പിന്നെ ആ നടക്കുന്ന സംഭവമല്ലേ, അതിന് നമുക്ക് മോണിറ്ററി ടേംസിൽ, പണത്തിൽ നമുക്ക് വാല്യൂ ചെയ്യാനും പറ്റണം. ഒരു കുട്ടി ക്ലാസ്സിലോട്ട് എൻ്റർ ചെയ്തു, അവിടെ മോണിറ്ററി ടേംസോ അല്ലെങ്കിൽ എന്ത് നടക്കുന്നില്ല, എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ നടക്കുന്നില്ല. എന്നാൽ ഇവിടെ എന്ത് ചെയ്തു, സ്റ്റാഫിന് സാലറി കൊടുത്തു. ഓക്കെ, സ്റ്റാഫിന് നമ്മൾ മാസം കഴിയുമ്പോൾ സാലറി കൊടുത്തു. അവിടെ എന്ത് നടക്കുന്നുണ്ട്, എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ നടക്കും. നമ്മൾ സാലറി പൈസ കൊടുക്കുന്നില്ലേ, എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ അവിടെ നടക്കുന്നുണ്ട്. ഇനി എത്ര കൊടുത്തത് എന്നുള്ളതിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈസയിൽ അളക്കാനും പറ്റും അല്ലേ. പൈസയിൽ നമുക്ക് അളന്നൂടെ, എത്ര രൂപയാണ് നമ്മൾ സാലറി കൊടുത്തത്. ഫോർ എക്സാമ്പിൾ 50,000, 30,000 നമ്മൾ സാലറി കൊടുത്തു. സോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്തു. ഓക്കെ, നമ്മൾ സാധനം പർച്ചേസ് ചെയ്തു, അതെന്താണ്, ബിസിനസ് ആക്ടിവിറ്റിയാണ്, ഇവന്റ് ആണ്. പ്ലസ് അവിടെ എന്തുണ്ട്, വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ എക്സ്ചേഞ്ച് ചെയ്തത് എത്ര രൂപക്കാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോണിറ്ററി ആയിട്ട് വാല്യൂ ചെയ്യാനും മെഷർ ചെയ്യാനും പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ട്രാൻസാക്ഷൻ എന്ന് പറയാം. നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ സാലറി കൊടുക്കുന്നു, അല്ലെങ്കിൽ പൈസ കിട്ടുന്നു, പൈസ കൊടുക്കുന്നു, ഇതൊക്കെ എന്താണ്, ട്രാൻസാക്ഷൻ ആണ്. സോ അപ്പോൾ എന്താണ് ഇവന്റും ട്രാൻസാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്? ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നടന്നു കഴിഞ്ഞാലും അതെന്താണ്, ഇവന്റ് ആണ്. പക്ഷെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് നടന്നാലും അത് ഇവന്റ് ആണ്. പക്ഷെ പ്ലസ് എന്തും കൂടെ വേണം, അവിടെ എന്ത് വേണം, എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ വേണം. പ്ലസ് അത് നമുക്ക് മണിയിൽ മെഷർ ചെയ്യാൻ പറ്റും വേണം. ഓക്കെ, അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എന്തായിരിക്കും ഏറ്റവും കൂടുതൽ നടക്കുന്നുണ്ടാവുക, ഇവന്റ് ആയിരിക്കുമോ, ട്രാൻസാക്ഷൻ ആയിരിക്കുമോ? ഓഫ് കോഴ്സ് ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നതാണ് ഇവന്റ്. എന്ത് ബിസിനസ്സിൽ എന്ത് നടന്നു കഴിഞ്ഞാലും അതെന്താണ്, ഇവന്റ് ആണ്. സോ നമുക്ക് ഇങ്ങനെ പറയാം അല്ലെ, ഓൾ ട്രാൻസാക്ഷൻസ് ആർ ഇവന്റ്സ്. എല്ലാ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അവിടെ ഒരു ഇവന്റ് നടക്കണമല്ലോ. ഓക്കെ, ഓൾ ട്രാൻസാക്ഷൻസ് ആർ ഇവന്റ്സ്, ബട്ട് ഓൾ ഇവന്റ്സ് ആർ നോട്ട് ട്രാൻസാക്ഷൻസ് അല്ലെ. എല്ലാ ഇവന്റും എന്തല്ല, ട്രാൻസാക്ഷൻ അല്ല. പക്ഷെ എല്ലാ ട്രാൻസാക്ഷനിലും എന്തുണ്ട്, ഇവന്റ്സ് ഇൻക്ലൂഡഡ് ആണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എന്നുള്ളൂ. അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ ട്രാൻസാക്ഷൻസിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ ട്രാൻസാക്ഷൻസിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വന്നു, അത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യണോ? വേണ്ട. ഓക്കെ, ഇവിടെ ക്ലാസ് എടുത്തു ജസ്റ്റ്, അത് ട്രാൻസാക്ഷനിൽ അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യണോ? വേണ്ട, അത് ഇവന്റ് മാത്രമാണ്. ഇനി സ്റ്റുഡൻസ് ഫീസ് തന്നു, അത് നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസാക്ഷൻസ് ആണ്, അക്കൗണ്ടിങ്ങിൽ നമ്മളത് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇനി സാലറി കൊടുത്തു, അതെന്താണ്, ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിൽ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യൽ നിർബന്ധമാണ്. ക്ലിയർ? ഹോപ്പ് യു ആൾ ആർ ക്ലിയർ. സോ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് നടക്കുന്ന എല്ലാ ആക്ടിവിറ്റിനെയും നമ്മൾ എന്ത് പറയും, ഇവന്റ്സ് എന്ന് പറയും. അത് മോണിറ്ററി, നോൺ മോണിറ്ററി, വാട്ട് എവർ ഹാപ്പനിങ്, ഇവന്റ് എന്നാണ് പറയുക. പക്ഷേ പൈസയിൽ മെഷർ ചെയ്യാൻ അളക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഇവന്റ്സിനെ മാത്രമാണ് നമ്മൾ എന്ത് പറയുക, ട്രാൻസാക്ഷൻ എന്ന് പറയുക. ഈ ട്രാൻസാക്ഷൻസ് മാത്രമാണ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നത്തിങ് എൽസ്. ഓക്കെ, ദെൻ അപ്പോൾ നിങ്ങൾ അക്കൗണ്ടൻ്റ് ആവാൻ പോകുന്ന ആൾക്കാരാണ് അല്ലേ, അക്കൗണ്ടൻറ്റ്, ഓഡിറ്റേഴ്സ്, വാട്ട് എവർ. ഓക്കെ, നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഏത് കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ സ്കോപ്പ് എന്ന് നിങ്ങൾക്ക് അറിയണം. വേണ്ടേ? എന്താണ് നാളെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടി വരിക, ഇതിന് എത്രത്തോളം സ്കോപ്പ് ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയണം. നമുക്ക് നോക്കാം, എന്താണ് ഒരു അക്കൗണ്ടന്റ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ ഒരാൾ നാളെ അയാൾക്ക് ഉണ്ടാവുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ റോൾസ് ആയിരിക്കും അയാൾക്ക് കമ്പനീസിൽ ഉണ്ടാവുക. പലപ്പോഴും ഇവിടെ ഫാൾട്ട് വരുന്ന അറിയോ, ഇപ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കാം, നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്താ എന്തുകൊണ്ട്
കൊമേഴ്സ് എടുത്തു, എന്തുകൊണ്ട് സയൻസ് എടുത്തു, എന്തുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുത്തു? ഒട്ടുമിക്ക ആൾക്കാർക്കും പറയാനുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ മാർക്കുള്ള ഒരു സയൻസ് എടുത്തു, അല്ലെങ്കിൽ കൊമേഴ്സ് ചൂസ് ചെയ്തു. എനിക്ക് പഠിക്കാൻ കുറച്ച് മാർക്ക് മേ ബി കുറവാണ്, അതുകൊണ്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തു. അല്ലെങ്കിൽ പറയാം എനിക്ക് അതാണ് അവിടെ കിട്ടിയത്, എൻ്റെ നിയറസ്റ്റ് സ്കൂളിൽ അതാണ് കിട്ടിയത്. അങ്ങനെയാണ് പലരും കോഴ്സൊക്കെ എടുത്തിട്ടുണ്ടാവുക. പക്ഷെ ഇനിയെങ്കിലും നമ്മൾ കൊമേഴ്സ് പഠിക്കാൻ തീരുമാനിച്ചു. എനിവേ നിങ്ങളെല്ലാവരും കൊമേഴ്സ് പഠിക്കാൻ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പഠിക്കാൻ തീരുമാനിച്ചു. നാളെ ഒരു അക്കൗണ്ടന്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ചെയ്യേണ്ട വർക്കുകൾ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ ആദ്യം ഒരു ക്ലിയർ കട്ട് നോളേജ് വേണം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഒരു അക്കൗണ്ടന്റിന്റെ റോൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ഫിനാൻഷ്യൽ റെക്കോർഡ് കീപ്പിംഗ്. ഫിനാൻഷ്യൽ റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ട്രാൻസാക്ഷൻസ് എന്താണെന്ന് പറഞ്ഞില്ലേ. ഈ ട്രാൻസാക്ഷൻസിനെ മൊത്തമായിട്ട് റെക്കോർഡ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആരുടെ അടുത്താണ്? അക്കൗണ്ടന്റിന്റെ അടുത്താണ്. ബിസിനസ്സിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടന്നോ ആ ട്രാൻസാക്ഷൻസിനെ മൊത്തം എന്ത് ചെയ്യണം? അക്കൗണ്ടന്റ് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, സോ അതിനാണ് നമ്മൾ എന്താണ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞത്. എന്ത് നടന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യണം? അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യേണ്ടത് ആരാണ്? അക്കൗണ്ടന്റ് ആണ്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്. ഇതെല്ലാം ഇങ്ങനെ റെക്കോർഡ് ചെയ്തെടുക്കാറില്ല. ഈ റെക്കോർഡ് ചെയ്ത സാധനത്തിന്റെ ഈ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസിന്റെ ഒക്കെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം, റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? എത്ര ലാഭമുണ്ട്, എത്ര നഷ്ടമുണ്ട്, ഇപ്പോഴത്തെ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, എത്രത്തോളം അസറ്റ് വാല്യൂ നമ്മളെ ബിസിനസ്സിലുണ്ട്, ഓക്കെ, എത്രത്തോളം നമ്മൾ പൈസ കൊടുക്കാനുണ്ട്, എത്രത്തോളം പൈസ നമുക്ക് കിട്ടാനുണ്ട് തുടങ്ങിയിട്ട് റിപ്പോർട്ടിങ്, ക്യാഷ് ഫ്ലോന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വിറ്റി, അങ്ങനെ കുറേ റിപ്പോർട്ടിംഗ് ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കും. സോ അങ്ങനെ ഒരു പ്രോപ്പർ റിപ്പോർട്ട് ഒരു ബിസിനസ് ഓണറിന് അല്ലെങ്കിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റിനൊക്കെ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഈ ട്രാൻസാക്ഷൻസ് മൊത്തം റെക്കോർഡ് ചെയ്യുക, അതിൻ്റെ ആ റെക്കോർഡ് ചെയ്തതിൻ്റെ ബേസിൽ വേരിയസ് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യൽ അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് ആണ് ടാക്സ് പ്രിപ്പറേഷൻ ആൻഡ് കംപ്ലയൻസ്. ടാക്സ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വേരിയസ് ടാക്സ് ഉണ്ട് അല്ലേ. ഡയറക്ട് ടാക്സ് ഉണ്ട്, ഇൻഡയറക്ട് ടാക്സ് ഉണ്ട്, GST ഉണ്ട് അല്ലേ. ഇൻഡയറക്ട് ടാക്സിൽ GST ഉണ്ട്, ഡയറക്ട് ടാക്സിൽ ഇൻകം ടാക്സ് ഉണ്ട്, TDS ഉണ്ട്, അങ്ങനെ കുറേ ടാക്സ് ഉണ്ട്. ഓക്കെ, ഈ ടാക്സ് കംപ്ലയൻസസ് ഇപ്പൊ GST ആണെങ്കിൽ GST ഫയൽ ചെയ്യണം, റിട്ടേൺസ് ഫയൽ ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ചെയ്യണം, GST പേ ചെയ്യണം. അപ്പൊ ഈ എന്തൊക്കെയാണോ നമുക്ക് അപ്ലിക്കബിൾ ആവുന്ന ടാക്സ് അതിന്റെ വേരിയസ് ടാക്സ് പ്രിപ്പറേഷൻസും അതിന്റെ എല്ലാ നിയമവശങ്ങളും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്തൽ ആരുടെ ഡ്യൂട്ടിയാണ്? അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടിയാണ്. അപ്പോ GST അറിയാത്ത ഒരാൾക്ക് ഇന്ത്യയിൽ അക്കൗണ്ടന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? വെരി ഡിഫിക്കൽട്ട്, പറ്റില്ല അല്ലേ. ഇൻകം ടാക്സിന്റെ ബേസിക്സ് ഒക്കെ ഒന്നും അറിയാത്ത ഒരാൾക്ക്, TDSനെ കുറിച്ച് അറിയാത്ത ഒരാൾക്ക് ഇന്ത്യയിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നിങ്ങളിൽ തന്നെ പലരും CMA പഠിച്ചിട്ടുള്ള CMA US അല്ലെങ്കിൽ ACCA ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും, നമ്മളെ ക്ലാസ്സിലൊക്കെ ഉണ്ട്. ഓക്കെ, ഇവരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പഠിക്കുന്നത് എന്താണ്? ഇന്റർനാഷണൽ ലോസ് ആണ്. ലൈക്ക് അവര് ശരിക്കും പറഞ്ഞാൽ അവർക്ക് എന്തില്ല? GSTയോ ഇൻകം ടാക്സോ TDS ഒന്നും അവരുടെ സിലബസിൽ കവർ ചെയ്യുന്നില്ല. ബട്ട് അതറിയാണ്ട് ടാക്സ് കംപ്ലയൻസസ് ഇന്ത്യയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ടാക്സ് കംപ്ലയൻസസ് അറിയാതെ നമുക്കൊരു പ്രോപ്പർ അക്കൗണ്ടന്റ് ആവാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത്? ബജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ബജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഇപ്പോൾ ഒരു അടുത്ത മാസം വരികയാണ്, ഈ മാസത്തേക്ക് എത്ര റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ക്യാഷ് വേണം, നമുക്ക് എത്ര സെയിൽസ് അച്ചീവ് ചെയ്യണം, ഓക്കെ, എത്ര പർച്ചേസസ് ഉണ്ടാവും, നമുക്ക് എത്ര എക്സ്പെൻസീവ് വരും, ഇതിനൊക്കെ നമുക്കൊരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടാവില്ലേ. ആ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒക്കെ ആരാണ്? അക്കൗണ്ടന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും കേരള ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒക്കെ ബജറ്റ് എന്ന് പറഞ്ഞാൽ. ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ എന്തിനൊക്കെ സ്പെൻഡ് ചെയ്യണം, എന്തൊക്കെയാണ് അവരുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്, അതൊക്കെ വരുന്നതാണ് എന്ത്? ബജറ്റ് എന്ന് പറഞ്ഞത്. അത് ഗവൺമെന്റിന്റെ കേസിൽ. അതേപോലെ തന്നെ ഓരോ സ്ഥാപനങ്ങൾക്കും എന്തുണ്ടാവും? ഓരോ ബജറ്റും പ്ലാനിങ്ങും ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞൊന്നുമില്ല, നമ്മൾ മുൻകൂട്ടി കാണുക, ലൈക്ക് ബജറ്റിംഗ് തന്നെ. ക്ലിയർ? നെക്സ്റ്റ് ആണ് എന്ത്? കോസ്റ്റ് മാനേജ്മെന്റ്. ജസ്റ്റ് ഇങ്ങനെ വരുന്ന എക്സ്പെൻസ് മൊത്തം റെക്കോർഡ് ചെയ്ത് വെക്കണം മാത്രമല്ല എന്ത് ഒരു അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അത് പ്രോപ്പർലി എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം. എക്സസ് ആയിട്ട് വരുന്ന കോസ്റ്റുകൾ കുറക്കുക. പലരും ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളതാണ്. അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണോ ബില്ല് വരുന്നത് അതിന്റെ പൈസ കൊടുത്ത് കൊടുക്കുക, അത് റെക്കോർഡ് ചെയ്യുക, അതല്ല അക്കൗണ്ടന്റ്.
പ്രോപ്പർ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഈ എക്സ്പെൻസുകൾ കറക്റ്റായിട്ട് വരുന്നത് തന്നെയാണോ, ഇത്ര തന്നെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇനി കൂടുതലുണ്ട് ലൈക്ക് എക്സ്പെൻസുകൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കുറക്കണം, അതിനെന്താണ് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ഒരു അക്കൗണ്ടിന്റെ ഡ്യൂട്ടിയാണ്. കോസ്റ്റ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യൽ അക്കൗണ്ടിന്റെ ഡ്യൂട്ടിയാണ്. അതേപോലെ തന്നെ ഇന്റേണൽ കൺട്രോൾസ് ആൻഡ് ഓഡിറ്റിങ്. ഓഡിറ്റർ, ഇപ്പൊ നിങ്ങൾക്ക് നാളെ ഒരു ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യാം. ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേരിയസ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഉണ്ട്, ഇന്റേണൽ ഓഡിറ്റ് ഉണ്ട്, സിസ്റ്റം ഓഡിറ്റ് ഉണ്ട്, ഇന്റേണൽ കൺട്രോൾ ഓഡിറ്റ് ഉണ്ട്, ഇഷ്ടംപോലെ ഓഡിറ്റ്സ് ഉണ്ട്. ഈ ഓഡിറ്റിംഗ് ഫീൽഡിൽ അക്കൗണ്ട്സിങ് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഓഡിറ്റർ ആവാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അവർ ഇന്റേണൽ ഓഡിറ്റിംഗ് കാര്യങ്ങൾ ഒക്കെ മാനേജ് ചെയ്യുന്നത് ആരാണ്? അക്കൗണ്ടന്റ് ആണ്. സോ ദെൻ ഫിനാൻഷ്യൽ അഡ്വൈസ് ആൻഡ് സ്ട്രാറ്റജി. സോ ഇതൊക്കെ ചെയ്തു. ഇനി ഒരു അഡ്വൈസ് കൊടുക്കുന്നത് എങ്ങനെ ആയിരിക്കണം നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻ, നെക്സ്റ്റ് ഇയറിൽ നമ്മൾ എങ്ങനെ ചെയ്യണം, ഇങ്ങനെ ആയിരിക്കണം നമ്മൾ മാനേജ് ചെയ്യേണ്ടത്, നമ്മളെ കോസ്റ്റ് കട്ടിങ് ചെയ്യണം, അങ്ങനെയുള്ള സംഗതി ഇല്ലേ. ഇപ്പം എംപ്ലോയീസ് കൂടുതലാണ്, നമ്മൾ എംപ്ലോയീസിന്റെ കൗണ്ട് കുറക്കണം, അങ്ങനെ ഉള്ള ഫിനാൻഷ്യൽ അഡ്വൈസ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതും അക്കൗണ്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഇത്ര കാര്യങ്ങൾ പറഞ്ഞു. ഇതൊന്നും ആരും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളൂ. ഓക്കെ, സോ നമുക്കറിയാം ഏതൊരു ബിസിനസിന്റെ ക്രൂഷ്യൽ പാർട്ട് കിടക്കുന്നത് ഒരു അക്കൗണ്ടന്റിന്റെ അടുത്താണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളൊരു ബിസിനസ്, നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു ബിസിനസ് ഓണർ ഉണ്ടെന്ന് നോക്കുക, അവരോട് ചോദിക്കുക, ഒരു അക്കൗണ്ടന്റിന് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിന് ഒരു ബിസിനസ്സിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. ഏതൊരു ബിസിനസ്സിന്റെയും നട്ടല് എന്ന് പറയുന്നതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് പ്രോസസ്സ് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ, ഒരു പ്രോപ്പർ അക്കൗണ്ടിങ് സിസ്റ്റം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് തന്നെ ഫെയിലിയർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, നമ്മളൊക്കെ ഇപ്പം പിള്ളേര് അക്കൗണ്ടിങ് ഒക്കെ പഠിക്കുമ്പം പലരും പറയും അക്കൗണ്ടിങ്ങിനൊന്നും ഇനിയൊരു സ്കോപ്പില്ല, അക്കൗണ്ട്സ് ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയും. ഓക്കെ, അതൊക്കെ വെറും തെറ്റിദ്ധാരണയുടെ പുറത്താണ് പറയുന്നത്. നമ്മളിങ്ങനെ ഇന്നത്തെ മഴക്ക് മുളക്കുന്ന കുറെ കോഴ്സുകളുണ്ട്, അതേപോലെയല്ല അക്കൗണ്ടിങ്. എത്രത്തോളം ഈ ലോകത്ത് എത്രത്തോളം കാലം ബിസിനസ് ഉണ്ടോ അത്രത്തോളം കാലം അക്കൗണ്ടൻസിനും എന്തുണ്ട്? സ്കോപ്പ് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. എന്നാണോ ഈ ലോകത്ത് ബിസിനസ് എന്ന് പറയുന്ന ഒരു സംഗതി നിൽക്കുന്നത്, അന്ന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അക്കൗണ്ടിങ്ങും സ്റ്റോപ്പ് ആവുള്ളൂ. സോ ബിസിനസ് വിത്തൗട്ട് അക്കൗണ്ടിങ്, ബിസിനസ് ഈസ് നത്തിങ്, ബിസിനസ് ഈസ് നോട്ട് അറ്റ് ആൾ പോസിബിൾ. സോ എന്നും അക്കൗണ്ടിങ്ങിന് അതിൻ്റെതായിട്ടുള്ള റോൾസ് ബിസിനസ്സിൽ ഉണ്ട്. ഇനി ഇതിന്റെ സ്കോപ്പ് പറയുമ്പോൾ തന്നെ, അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് പറയുമ്പോൾ തന്നെ ഇന്റർനാഷണലി ആണെങ്കിൽ പോലും അത്രത്തോളം സ്കോപ്പ് ഉണ്ട്. ഇന്റർനാഷണലി ആണെങ്കിൽ അത്രത്തോളം സ്കോപ്പ് ഉണ്ടെന്ന് ഉദ്ദേശിച്ചത് എവിടെയാണെങ്കിലും സ്റ്റാൻഡേർഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഓൾ ഓവർ വേൾഡ് സെയിം ആണ്. നമ്മളിനി അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യാന്നൊക്കെ പഠിക്കുന്നുണ്ടാവും. ഓൾ ഓവർ വേൾഡ് സെയിം പ്രോസസ്സിലാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. നിങ്ങൾ US-ലായിക്കോട്ടെ, കാനഡയിലായിക്കോട്ടെ, ആഫ്രിക്കയിലായിക്കോട്ടെ, എവർ സെയിം റൂൾ ഈസ് അപ്ലിക്കബിൾ. പിന്നെ അവിടെ എന്ത് വ്യത്യാസം വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാവുന്നേ ഉള്ളൂ. ഓക്കെ, ഒന്ന് സ്റ്റാൻഡേർഡ്സിൽ പ്രസന്റേഷൻസിലും കാര്യങ്ങളിലും ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടായിരിക്കും. പ്ലസ് ഈ കംപ്ലയൻസസ് നമ്മൾ പറഞ്ഞില്ലേ, GST, ഇൻകം ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതേപോലത്തെ കംപ്ലയൻസസിലും ചേഞ്ചസ് ഉണ്ടാവും. ലൈക്ക് നമ്മുടെ നാട്ടിൽ GST ആണെന്നുണ്ടെങ്കിൽ GCC കൺട്രീസിൽ അത് VAT ആണ്. നമ്മുടെ നാട്ടിൽ ഇൻകം ടാക്സ് ഉണ്ട്, TDS ഉണ്ട്. അതിന് പകരം GCC കൺട്രീസിലാണെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്. അങ്ങനെയുള്ള നിയമങ്ങളിൽ മാറ്റം ഉണ്ടാവും. ബട്ട് ബേസിക് അക്കൗണ്ടിങ് ഈസ് സെയിം ഇൻ ഓൾ ഓവർ ദി വേൾഡ്. സോ നിങ്ങൾ പഠിക്കുന്ന സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും സ്കോപ്പ് ഉള്ള സംഗതി ആയിരിക്കും. പിന്നെ ഒരു ഡൗട്ട് വരുന്നതാണ് AI ഒക്കെ റീപ്ലേസ് ചെയ്യുമോ എന്നുള്ളത്. ഓക്കെ, നാളെ AI ഒക്കെ വരുന്നോട് കൂടി ഇപ്പോൾ IT സെക്ടറിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പേരെ ജോബൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ അക്കൗണ്ടന്റിന്റെ റോള് മൊത്തത്തിൽ നിൽക്കും ഒരിക്കലും ഇല്ല. ഓക്കെ, അക്കൗണ്ടിങ്ങിൽ AI വന്നിട്ടുണ്ട്. അത് എന്ന് പറയുന്നത് റിപ്പീറ്റേറ്റീവ് ടാസ്കിലും കാര്യങ്ങളിലാണ് കൂടുതലായിട്ടും AI ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? AI പഠിച്ചെടുക്കണം, അതിന് അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്പൊ നോക്കിയേ, ഈ പ്രോപ്പർ ഫിനാൻഷ്യൽ അഡ്വൈസ്, സ്ട്രാറ്റജി ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ഫോർകാസ്റ്റിംഗ്, കോസ്റ്റ് മാനേജ്മെന്റ്, ഇതിലൊക്കെ നമ്മൾ എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ AI റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, 100% ഒന്നും ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പോകുന്നില്ല. ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിന് എപ്പോഴും ഒരു ഹ്യൂമൻ ഇന്റർഫിയറൻസ് നിർബന്ധമായിരിക്കും. ഓക്കെ, സോ നിങ്ങളൊരു ബേസിക് അക്കൗണ്ടിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒക്കെ വരുന്നോട് കൂടി നല്ലൊരു പണി കിട്ടും. പണി കിട്ടുമെന്ന് ഉദ്ദേശിച്ചത് ജോബ് കിട്ടും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, വേറെ 8ന്റെ പണി കിട്ടും. നിങ്ങൾ ആ ബേസിക്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട്, വെറും ഒരു ഡാറ്റ എൻട്രിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് എന്ത് ചെയ്യുക, ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അതേപോലെ ഹൈ ലെവലിലേക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് വെറി, ഒന്നും നിങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് പൊതുവെ ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, എന്താണ് ഈ ഡാറ്റ എൻട്രി? പലരും അക്കൗണ്ടന്റിന്റെ റോളില് എന്തുണ്ട്, കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് നോക്കുക, അവിടെ ബില്ലടിക്കണോനെയും പലരും പറയാ അക്കൗണ്ടന്റ് എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾ വെറും ഒരു പർച്ചേസ് മാത്രം എൻ്റർ ചെയ്യാണ്, അവരെ അക്കൗണ്ടന്റ് എന്നാ പറയാ. ഓക്കെ, ശരിക്കും ഈ ബില്ല് എൻ്റർ ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ നമ്മുടെ അടുത്ത് ഡോക്യുമെന്റ് ഉണ്ട് അത് സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്യുന്നത് മാത്രമല്ല അക്കൗണ്ടന്റ്. അങ്ങനെ ചെയ്യുന്ന ഒരാളെ അവരെയാണ് നമ്മൾ എന്ത് പറയാ, ഡാറ്റ എൻട്രി എന്ന് പറയാം. അവരെന്താ ചെയ്യുന്നത്, ശരിക്കും ഒരു ഡാറ്റ ആ സോഫ്റ്റ്വെയറിലേക്ക് എൻ്റർ ചെയ്യുക, അപ്ലോഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു പ്രോപ്പർ അക്കൗണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഗതികളൊക്കെ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള റോൾസ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മളൊരു അക്കൗണ്ടന്റ് ആണ്. അല്ലാതെ വെറും ഒരു ബില്ല് എൻ്റർ ചെയ്തതോട് കൂടി നമുക്കൊരിക്കലും അയാളെ ഒരു പ്രാക്ടിക്കലി അക്കൗണ്ടന്റ് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. ക്ലിയർ? അപ്പൊ നിങ്ങൾ അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സംഭവമല്ല, അതിന് ഇത്രയധികം സ്കോപ്പ് ഉണ്ട്, അവർക്ക് ഇന്ന റോൾസ് ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും വേണ്ടി, നിങ്ങൾ ഏതായാലും പഠിക്കാൻ പോകുന്നവരല്ലേ, അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു അവയർനെസ് തന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് അക്കൗണ്ടിങ് എന്ന് നോക്കാം.